വചനമൊഴി ജൂലൈ 14. വചനഭാഗം റോമ 11:30-35, മത്തായിയുടെ സുവിശേഷം 12:33-37. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. കാരണം ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയുന്നത്. അണലി സന്തതികളെ, ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ നന്മയുടെ ശേഖരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ദുഷ്ടനാകട്ടെ തിന്മയുടെ ശേഖരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം നിന്റെ വാക്കുകളാൽ നീ നീതിമത്കരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ തന്നെ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. ഹൃദയം ശുദ്ധമാണെങ്കിൽ ആ വാക്കുകളും നിർമ്മലമായിരിക്കും. ഹൃദയത്തിൽ നന്മ നിറയ്ക്കുവാൻ പരിശ്രമിക്കുവാനാണ്. നല്ല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും നന്മ ഹൃദയത്തിൽ നിക്ഷേപിക്കുകയും ചെയ്താൽ ഹൃദയത്തിന്റെ തികവിൽ നിന്ന് വരുന്ന വാക്കുകളും പ്രവൃത്തികളും നന്മയുള്ളതായിരിക്കും, നമ്മെയും സമൂഹത്തെയും പണിതുയർത്തുന്നതായിരിക്കും. നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ നൽകുന്നത് പോലെ നമ്മുടെയും ജീവിതം നല്ല ഫലങ്ങൾ നൽകണമെങ്കിൽ നമ്മിലേക്ക് നന്മ സ്വീകരിക്കുകയും ഹൃദയത്തിൽ നന്മ സൂക്ഷിക്കുകയും ഹൃദയത്തിന്റെ തികവിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നവരായി മാറണം. ഹൃദയത്തിൽ ദുഷ്ടത വെച്ചുകൊണ്ട് പുറത്തേക്ക് വ്യാജമായി കപടമായി വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ കാണിക്കുകയും ചെയ്യുന്നതിനെയാണ് ഈശോ ഇവിടെ പരാമർശിക്കുന്നത്. നിർമ്മല ഹൃദയവും വിശുദ്ധ വിചാരങ്ങളും ഉള്ളവരായി വർത്തിക്കുവാനും നിർമ്മല ഹൃദയത്തിൽ നിന്ന് നിർമ്മലമായ വാക്കുകളും നിഷ്കളങ്കമായ പ്രവൃത്തികളും പുറപ്പെടുവിക്കുന്നതിനും അങ്ങനെ നല്ല ഫലങ്ങൾ നൽകുന്ന വൃക്ഷങ്ങളായി മാറുവാൻ, അങ്ങനെ നല്ല ഫലങ്ങൾ നൽകുന്നവരായി മാറുവാൻ നമുക്കും പരിശ്രമിക്കാം. നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം നൽകുന്നത് പോലെ മിശിഹായുടെ അനുയായികൾ ഈശോയെ അനുഗമിക്കുന്നു, ഈശോയിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് അവനിൽ നിന്നും പുറപ്പെടുന്ന നല്ല വാക്കുകളും നല്ല പ്രവർത്തികളും. മിശിഹായെ അനുഗമിക്കുന്നവർ ഹൃദയത്തിൽ നന്മ സൂക്ഷിക്കുന്നവരും ഹൃദയത്തിന്റെ തികവിൽ നിന്ന് അധരങ്ങളിലൂടെ നന്മ സംസാരിക്കുന്നവരും കരങ്ങളിലൂടെ നന്മ പ്രവർത്തിക്കുന്നവരും ആയി മാറണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നന്മ കാണുകയും നല്ലത് കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മിൽ നിന്ന് നന്മ പുറത്തു വരുന്നു. തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നല്ല ഫലങ്ങൾ നൽകുന്ന വൃക്ഷത്തെ പോലെ നന്മ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി മാറുവാൻ, നന്മ ഉൾക്കൊള്ളുകയും നന്മ കാണുകയും കേൾക്കുകയും അങ്ങനെ നന്മ ഉൾക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ തികവിൽ നിന്ന് നന്മ സംസാരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായി മാറുവാൻ ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.